നമസ്കാരം. മലയാള മാസം ധനുവിലെ അമാവാസി തിങ്കളാഴ്ചയാണ് വരുന്നത്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് പൗഷമാസത്തിലെ അമാവാസിയാണ് ഇത്. 2024 ഡിസംബർ 22 മുതൽ 2025 ജനുവരി 20 വരെയാണ് പൗഷമാസം വരുന്നത്. 2024 ഡിസംബർ 30 തിങ്കളാഴ്ച വരുന്ന അമാവാസി സോമവതി അമാവാസിയാണ്. സോമവതി അമാവാസിയിൽ പരമശിവനെയും പാർവതി ദേവിയെയുമാണ് പ്രധാനമായും ആരാധിക്കുക. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഈ വർഷത്തെ പൗഷമാസത്തിലെ അമാവാസി ഡിസംബർ 30 രാവിലെ അഥവാ വെളുപ്പിന് 4:01 ആരംഭിച്ച് ഡിസംബർ 31 പുലർച്ചെ അഥവാ വെളുപ്പിന് 3:56 അവസാനിക്കുന്നതാകുന്നു. പഞ്ചാംഗം അനുസരിച്ച് ഡിസംബർ 30 പൗഷ അമാവാസി ആചരിക്കുന്നതുമാണ്. പൗഷമാസത്തിലെ അമാവാസിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് സോമവതി അമാവാസിയാകുമ്പോൾ ചെയ്യുന്ന ഏത് പുണ്യപ്രവൃത്തിയുടെയും ഫലം വർദ്ധിക്കും എന്നാണ് പറയുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ ദാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. ഏതൊരു ദിവസവും ദാനത്തിന് ഉത്തമമാണ് എങ്കിൽ പോലും നാളെ ദാനം ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ഏതെല്ലാം വസ്തുക്കളാണ് ദാനം ചെയ്യുന്നത് ഉത്തമമെന്ന് ആദ്യം മനസ്സിലാക്കാം. അരി ദാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു. തൈര്, പഞ്ചസാര, പാൽ എന്നിവ ദാനം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ വസ്തുക്കളിൽ ഒന്നാകുന്നു. അതിനാൽ തീർച്ചയായും ഈ വസ്തുക്കൾ സാധിക്കുന്നവർ നാളെ ദാനമായി നൽകുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും ദാനമായി നൽകുവാൻ സാധിച്ചാൽ ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് ധനപരമായ നേട്ടങ്ങൾക്ക് പോലും വഴിയൊരുക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ചയും അമാവാസിയും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അത് പെട്ടെന്ന് നടക്കുവാൻ നാളെ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. കൂടാതെ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി നാളെ വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. ഒരു നുള്ള് ഉപ്പ് നാളെ വെളുത്ത പേപ്പറിൽ വീട്ടിലെ കുടുംബാംഗങ്ങളെ ഏവരെയും 3 തവണ നിങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം പണം വയ്ക്കുന്ന ഇടം കൂടി 3 വട്ടം നിങ്ങൾ ഒഴിയുക. ശേഷം വെള്ളത്തിൽ അലിയിച്ച് ഉപ്പ് കളയുക. അത് പുറത്ത് തന്നെ കളയണം, വീടിന്റെ പുറത്ത് തന്നെ കളയണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്രകാരം ചെയ്യുന്നത് നെഗറ്റീവായ ഊർജങ്ങളുടെ പ്രഭാവം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. കൂടാതെ വീടുകളിൽ ദൃഷ്ടിദോഷം ഒഴിഞ്ഞു പോകുന്നതിനും കൂടാതെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ ദൃഷ്ടിദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ നാളെ മന്ത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നാളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ എന്ന മന്ത്രവും ഓം സോമായ നമ എന്ന മന്ത്രവും 108 ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക. മന്ത്രങ്ങൾ ഒരിക്കൽ കൂടി പരാമർശിക്കാം. പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 ജപിക്കുക. ശേഷം ഓം സോമായ നമ, ഓം സോമായ നമ, ഓം സോമായ നമ ഈ മന്ത്രവും 108 നിങ്ങൾ ജപിക്കുക. സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ അല്പനേരം ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് ഈ മന്ത്രജപം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും നാളെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടതായ ഒന്നാണ് നെഗറ്റീവായ എനർജി. നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാൻ നാളെ നെയ്വിളക്ക് വീടിന്റെ പ്രധാന കവാടത്തിൽ തെളിയിച്ചു വെക്കുക.
അഥവാ കത്തിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും മഹാലക്ഷ്മി സാന്നിധ്യം പോലും ആ വീടുകളിൽ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും. കൂടാതെ പുലർച്ചെ കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുലർച്ചെ കുളിച്ച് വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കണം. കൂടാതെ നാളെ അരയാൽ പ്രദക്ഷിണം ഏറ്റവും വിശേഷമാകുന്നു. അതിനാൽ അതിരാവിലെ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അരയാൽ പ്രദക്ഷിണം നടത്തുക. കൂടാതെ നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാർവതി ദേവിക്ക് പിൻവിളക്കും കൂടാതെ ഭഗവാന് കൂവളമാലയും സമർപ്പിക്കണം. ഈ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ നാളെ ഭഗവാന് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പമാണ് എങ്കിലും സമർപ്പിക്കാം. ഇനി ഇരു പുഷ്പങ്ങളാണ് എങ്കിൽ പോലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഈ സമയത്ത് മുൻപ് പരാമർശിച്ച മന്ത്രങ്ങൾ കൂടി ജപിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ധനപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് ഏറ്റവും ഉത്തമമാകുന്നു. സൗഭാഗ്യം നിങ്ങൾക്ക് തെളിയും. കൂടാതെ ഉമാമഹേശ്വര പ്രീതിക്കും ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാണ്. തീർച്ചയായും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇനി പരാമർശിക്കാനായി പോകുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചാകുന്നു. നാളെ ചില നക്ഷത്രക്കാർ പുറത്തു പോകുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ചില അപകട സാധ്യതകൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത് തർക്കങ്ങളാകാം, അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങളാകാം. വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അഥവാ നാളെ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾക്ക് പോലും വിഘ്നങ്ങൾ വന്നു എന്ന് വരാം. കൂടാതെ മാനസികപരമായ ചില വിഷമതകൾ, മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. നാളെ പല കാര്യങ്ങളിലും പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ കയ്യിൽ കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തേതായ വസ്തു ശിവക്ഷേത്രത്തിലെ ഭസ്മമാകുന്നു. അല്പമെങ്കിലും പൊതിഞ്ഞ് നിങ്ങൾ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ സൂക്ഷിക്കുക. അതല്ല എങ്കിൽ അല്പം ഉപ്പാണ് എങ്കിലും മഞ്ഞളാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം സൂക്ഷിക്കാവുന്നതാണ്. തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രണ്ടാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രവും മൂന്നാമത്തെ നക്ഷത്രം അവിട്ടവും കൂടാതെ ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കുക. മറ്റുള്ള വ്യക്തികളും ഇപ്രകാരം കയ്യിൽ ഈ വസ്തുക്കൾ കൊണ്ടുപോകുന്നതോ മറ്റ് നക്ഷത്രക്കാർ ഇപ്രകാരം കയ്യിൽ കരുതുന്നതും ശുഭകരം തന്നെയാണ്. എന്നാൽ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നാളെ ശിവഭജനം നടത്തുവാൻ മറക്കാതിരിക്കുക.